കാനഡയിലെ ഇത്തവണത്തെ മഞ്ഞവിടയുടെ സുട്ടുമണിയ എന്നും ചോദിച്ച് അരിക്കടമുക്ക് അമ്പിളിയണ്ണൻ കമന്റ് ബോക്സിന്റെ വടക്കേ മൂലയിൽ പായും വിരിച്ചു കിടക്കുന്നുണ്ട്. മഞ്ഞയ്ക്ക് മഞ്ഞ് എന്നാ പിടിച്ചോ ഗായ്സ്. എലിഫന്റ് സ്നോട്ട് അഥവാ ആനയുടെ മൂക്കള എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമം. അരച്ച പൊട്ടറ്റോ, മരണ ബിസ്ക്കറ്റ് തുടങ്ങിയ വട്ടപ്പേരുകളും ഈ ബ്ലഡി ഫൂളിനുണ്ട്. മഞ്ഞിന്റെ അച്ഛൻ മഞ്ഞും പേര് കേട്ടൊരു മഞ്ഞായിരുന്നത്രേ. കാഴ്ചയിൽ ബോംബെ മുട്ടായ പോലെ ഇരിക്കുമെങ്കിലും ബോംബിനേക്കാളും പന്ന പരട്ടയാണെന്നുള്ളത് സ്വല്പം കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. വൈകുന്നേരം 4 മണിക്കുള്ള അവില് നനച്ച അമ്മ വീതം വെച്ച് വച്ചിരിക്കുന്നത് പോലെ കാണുന്നതാണ് വീടിന്റെ മുറ്റം. മഞ്ഞു പെയ്ത് തുടങ്ങിയ ആദ്യത്തെ 1-2 ആഴ്ച തുടങ്ങിയ സായിപ്പിന്റെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിലും പിന്നെ ഒരു 3 ആഴ്ച കഴിഞ്ഞു വാ തുറന്നാൽ പിന്നെ മഞ്ചരിയും കാകളിയും കേകയുടെ വീട്ടിലിരുന്ന് ചോറുണ്ണുന്നത് കാണാം. മഞ്ഞു പെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മുട്ട വിരിഞ്ഞിറങ്ങിയ ആമക്കുഞ്ഞുങ്ങളെ പോലെ ഇൻസ്റ്റാഗ്രാമത്തിലെ ചേച്ചിമാർ മഞ്ഞത്ത് കിടന്ന് വിരകുന്ന ഒരു ആചാരമുണ്ട്. ആദ്യമൊക്കെ മഞ്ഞു കാണുമ്പോൾ മെത്ത കണ്ട മൂട്ടയെ പോലെ ഒരു വികാരം തന്നെ ആയിരിക്കും. പിന്നെ വയറ്റിളക്കം വന്ന ജിറാഫ് ഇതുവഴി എങ്ങാനും പോയോ എന്ന് തോന്നിപ്പിക്കും വിധം ആർക്കും വേണ്ടാതെ ഇത് അങ്ങിങ്ങായി കിടക്കുന്നത് കാണാം. പരപര വെളുക്കുമ്പോഴേ അപ്പുറത്തെ വീട്ടിലെ ത്രിവിക്രമ സാഹിബ് പുറപ്പുറത്തിരുന്ന് കൊട്ടു തുടങ്ങും. പിന്നെ ഒന്നും നോക്കിയില്ല, കുഞ്ചാലുമുട്ടിലെ കുഞ്ഞമ്മയെ വിളിച്ച് കാര്യം അങ്ങ് പറഞ്ഞു. ദേ കിടക്കുന്നു സാഹിബിന്റെ കൂടും കൊടുക്കുകയും. ഈ വേട്ടാവളിയനും വട്ടുകുഞ്ഞമ്മയും തമ്മിൽ ചാറ്റിംഗ് ഒക്കെ ഉണ്ടത്രേ. എന്തായാലും കുഞ്ഞമ്മയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധമാണിത്. ഉപ്പിലിട്ട മാങ്ങ എന്ന് പറയും പോലെ മഞ്ഞിലിട്ട കാറുകൾ പുതച്ചുമൂടി കിടക്കുന്നുണ്ട്. ചില ഫ്രോഗൈസന്മാർ അഥവാ തവളക്കണ്ണന്മാർ എന്നോട് ചോദിക്കുകയാണ്, എടാ നീർക്കോലി തലയാ നീ അവിടെ സൂയിക്കുകയല്ലേ എന്ന്. അതെ, -31 ഡിഗ്രി സെൽഷ്യസ് തണുപ്പും മുട്ടോളം മഞ്ഞും, നല്ല സുഖം. ദോശയൊക്കെ പിന്നെ ഉണ്ടാക്കാം. ആദ്യം മഞ്ഞ് എന്ന മുദ്രാവാക്യം മുറുകെ പിടിച്ച് കാനഡയിലെ ചക്കയും കഞ്ഞി എന്ന കുടുംബശ്രീ യൂണിറ്റിലെ ചേച്ചിമാർ അടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടെ മഞ്ഞു മറിച്ചിടുന്നതും കാണാം. 100 കൂട്ടം പരിപാടിക്കിടയിൽ ഇതെല്ലാം കൂടി കലക്കി മുകളിൽ നിന്ന് താഴോട്ടൊഴിക്കാൻ ഈ പടച്ചോൻ ഇതെപ്പോ സമയം കിട്ടുന്നോ ആവോ. ടിപ്പു സുൽത്താൻ പോലും മിടിയും ടോപ്പുമിട്ടാണ് യുദ്ധത്തിന് പൊയ്ക്കൊണ്ടിരുന്നത് എന്ന ചരിത്രം പറയുമ്പോൾ ഇവിടെ ഈ ടാർപോളവും വലിച്ചു കയറ്റി ആലിപ്പഴം ഉച്ചിയിൽ വീണ് മരിച്ച റോമാ സാമ്രാജ്യത്തിലെ മനോഹരം പടയാളിയെ പോലെ യുദ്ധം ചെയ്യണം. കോൺക്രീറ്റ് പണിക്കാർക്കുള്ള പോലത്തെ ഈ വിന്റർ ബൂട്ടെങ്ങാനും ഇടാൻ മറന്നാൽ വീണ് മൂക്കാമണ്ട മുട്ട പപ്സ് പോലെയാകും. പോരാത്തതിന് കുണ്ടന്നൂർ ഭാഗത്തുനിന്ന് ഒരു വെടിയുച്ചയും കേൾക്കാം. തണുപ്പടിച്ചിട്ട് തലച്ചോറ് പറയുന്നതൊന്നും കൈയും കാലും അനുസരിക്കുന്നില്ല. ഇവിടെ മനുഷ്യൻ ഏതിലേക്കൂടെയാണ് ശ്വാസം പോകുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അമ്മ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എടാ മഹാഭാവി നീ ബീഡി വലിയൊക്കെ തുടങ്ങിയല്ലേ എന്ന്. കാശ്മീർ താഴ്വരയിലെ കാസിഗുണ്ട് ഗ്രാമമാണോ ഇതെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇവിടെ പെയ്ത മഞ്ഞെല്ലാം കൂടി കൂട്ടി ഒരു മൂലയ്ക്ക് കൊണ്ട് വച്ചിരിക്കുന്നതാണിത്. മഞ്ഞു പെയ്യുന്നു, ഉപ്പ് വിതറുന്നു, ഉപ്പ് വിതറുന്നു, മഞ്ഞു പെയ്യുന്നു. ചക്ക കൂട്ടാനിടാൻ ഇച്ചിരി ഉപ്പ് ചോദിച്ചിട്ട് ഈ ക്നാപ്പന്മാർ തന്നില്ല ഗായ്സ്. വീടിന് മുന്നിലെ മഞ്ഞിങ്ങനെ മാറ്റിക്കൊടുത്താൽ സായിപ്പ് $20 തരുമത്രേ. അങ്ങനെയെങ്കിലും 10 പൈസ ഉണ്ടാക്കാമെന്ന് കരുതിയപ്പോൾ കഷ്ടകാലം അങ്ങ് കാഠ്മണ്ഡൂരിൽ നിന്ന് കാളവണ്ടിയും പിടിച്ചു വന്നു എന്ന് പറഞ്ഞതുപോലെ മഞ്ഞ് കിടന്നിടത്ത് ഒരു മത്തങ്ങയുമില്ല. സങ്കടം വന്നാൽ പണിക്കൊന്നും പോകാതെ ഏതെങ്കിലും പറമ്പിൽ പോയി മഞ്ഞുമാലാക കളിക്കലാണ് എന്റെ പ്രധാന ഹോബി. ഈ ചെറിയ കാര്യത്തിനാണ് എനിക്ക് വട്ടാണെന്ന് ഈ വധുവൽ പറഞ്ഞു നടക്കുന്നത്. ദേണ്ട്ര ടൊവിനോ തോമസ് ചൂടുവെള്ളം വിതറി കളിക്കുന്നു. ഓഹോ, അങ്ങനെയാണെങ്കിൽ ചൂടുവെള്ളം കൊണ്ടൊരു കുത്തം പീനാറ് ഞാനും പണിയും. ഇന്നാ പിടിച്ചോ. പൃഥ്വിരാജിനെ പോലെ ഇരുന്ന ഞാനിപ്പോൾ അവിച്ച കാച്ചില് പോലെയായി ഗായ്സ്. അരിക്കടമുക്ക് അമ്പിളിയണ്ണനും ടൊവിനോ തോമസും സൂക്ഷിച്ചോ, കമലും അന്വേഷിക്കുന്നുണ്ട്.